ഞാൻ ഒന്നാമത്തെ കാര്യം ഈ പഞ്ചസാരയുടെ മുകളിൽ ഉപ്പ് എന്ന് എഴുതി വെക്കുന്നത് പോലെയാണ് മുസ്ലിം ലീഗിന്റെ മതേതരത്വവാദികളെന്ന് കോൺഗ്രസും CPM പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ STP എതിർത്തിട്ടുണ്ടോ? നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനെ എതിർത്തിട്ടുണ്ടോ? വേണ്ട, ചെറിയൊരു വാക്ക് ഞാൻ ചോദിക്കാം, സിമ്പിൾ ചോദിക്കാം. ഒരു നിലവിളക്ക് കത്തിക്കുന്നതിനെ ഹറാമായി പ്രഖ്യാപിക്കുന്ന തുഞ്ചത്തെഴുത്തച്ഛന്റെ തിരൂർ എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് മുനിസിപ്പാലിറ്റിയാ. എന്തുകൊണ്ട് അവിടെ ആ തുഞ്ചത്തെഴുത്തച്ഛന്റെ ആ പ്രതിമ സ്ഥാപിക്കാൻ തയ്യാറായില്ല? മതേതരത്വത്തിന്റെ ഭാഗമായിട്ടാണോ? എന്റെ പ്രധാനപ്പെട്ട നിങ്ങളുടെ ക്യാപ്ഷൻ വർഗീയതയെ കൂട്ടുപിടിക്കുന്നത് ആര് എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, വാക്കിലും പ്രവൃത്തിയിലും പേരിലും പ്രവൃത്തിയിലും സുഗുണം പോകരുത്. ഒരേപോലെ വർഗീയത എന്നത് സ്പഷ്ടമാക്കുന്ന ഈ ഇന്ത്യയിൽ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയുള്ളൂ, അതിന്റെ പേരാണ് മുസ്ലിം ലീഗ്. എന്തെങ്കിലും ഒപ്പിച്ച ഈ മുസ്ലിം ലീഗ് അതുമാത്രമല്ല, ലോകത്ത് ഹിറ്റ്ലറുടെ പേരിൽ, മുസോളിനിയുടെ പേരിൽ, മുസോളിനിയും ഹിറ്റ്ലറും തുടങ്ങിയ ഒരു പാർട്ടിയും ആ പേരിൽ ഈ 2024 വരെ നിലനിൽക്കുന്നില്ല. ആരെങ്കിലും തുടങ്ങിയാൽ, അടുത്ത കാലത്ത് ജർമ്മനിയിൽ തുടങ്ങാൻ ശ്രമം നടത്തി, പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷേ ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരത 30 ലക്ഷം ഹിന്ദുക്കളെ ഒരൊറ്റ രാത്രി കൊണ്ട് കൊന്നൊടുക്കിയ ഡയറക്റ്റ് ആക്ഷൻ. ആ ആക്ഷൻ നടത്തിയ ആ പാർട്ടിയുടെ പേരാണ് മുസ്ലിം ലീഗ്. തട്ടിപ്പാണല്ലേ? ആ മുസ്ലിം ലീഗിന്റെ പേര് മാറ്റാതെ, ചിഹ്നം മാറ്റാതെ, അതിനെ ഒന്ന് ശരിയാക്കി എടുത്തുകൊണ്ട് മതവും രാഷ്ട്രീയവും ഒരേപോലെ എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിൽ മതത്തിന്റെ ആചാര്യൻ രാഷ്ട്രീയ നേതാവാകുന്ന ഒരേ ഒരു പാർട്ടി. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. അതിന്റെ പേരിലുണ്ട് വർഗീയത, അതിന്റെ പ്രവർത്തനത്തിലുണ്ട് വർഗീയത, അതിന്റെ ശബ്ദത്തിലുണ്ട്, അതിന്റെ ചിഹ്നത്തിലുണ്ട്, അതിലുള്ള നേതാവിലുണ്ട്. അങ്ങനെയുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഈ മുസ്ലിം ലീഗിനെ എല്ലാ കാലഘട്ടത്തിലും തോളിൽ വെച്ചവരാണ് ഇടതുപക്ഷവും വലതുപക്ഷവും. മുസ്ലിം ലീഗിനെ ചത്തകുതിര എന്ന് വിളിച്ചത് ആര്? മുസ്ലിം ലീഗിനെ ചത്തകുതിര എന്ന് വിളിച്ചത് നെഹ്റുവാണ്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. പട്ടം നാടുപിള്ള മുഖ്യമന്ത്രി ആയപ്പോ സീതി ഹാജിയെ സ്പീക്കറാക്കിയത്, മന്ത്രിയാക്കിയില്ല. സീതി ഹാജി മരിച്ചു. അതിനുശേഷം മുഹമ്മദ് കോയ വന്നു. മുഹമ്മദ് കോയ വന്ന സമയത്ത് അദ്ദേഹത്തെ തൊപ്പി ഊരി അദ്ദേഹത്തെയും സ്പീക്കറാക്കി, മന്ത്രിയാക്കിയില്ല. അതാണ് കോൺഗ്രസ് ചെയ്തത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അപ്പൊ ഇത് കണ്ടപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ ചെയ്തത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1967 മന്ത്രിസഭയിൽ തന്നെ അംഗത്വം കൊടുത്തു. മുസ്ലിം ലീഗിനെ മന്ത്രിസഭയിൽ അംഗത്വം കൊടുക്കുകയും മന്ത്രിയാക്കുകയും അതിനുശേഷം മലപ്പുറം ജില്ല അവർക്ക് സമ്മാനിച്ചതും ഈ മുസ്തഫയുടെ പാർട്ടിയാണ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അവിടെ മുതൽ അന്ന് തൊട്ട് ഇന്നു വരെ മുസ്ലിം ലീഗ് എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ ഞാൻ അതിനകത്ത് വർഗീയത എന്ന് പറയുമ്പോൾ, അത് ആരോപിക്കുമ്പോൾ ഞാനൊരു ഉദാഹരണം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. സൂക്ഷിക്കണം, അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. അവന്റെ വാക്കിന് സൂചിവിനിയുടെ മൂർച്ച. പാമ്പ് പലതരത്തിലുണ്ട്. കൊടും വിഷമുള്ള പാമ്പുകളുണ്ട്, വിഷം കുറഞ്ഞ പാമ്പുണ്ട്, എല്ലാം പാമ്പ് തന്നെ. കൊടും വിഷമുള്ള മതഭീകരവാദികളെ താലോലിച്ചവരാണ് ഇടതുപക്ഷവും വലതുപക്ഷവും. കൊച്ചിലെ കൂടെ കളിക്കുന്ന പ്രായത്തിൽ തുടങ്ങിയ നീ ആ ചെറുക്കനെ മൂപ്പിക്കാൻ വേണ്ടിയുള്ള വിസിലടി. മതഭീകരവാദികൾ എന്ന് പറഞ്ഞാൽ മദനി അടക്കമുള്ള ആളുകളെ പോസ്റ്ററിൽ വെച്ച് അച്ചടിച്ച് അവർക്ക് വേണ്ടി വോട്ട് ചോദിച്ചവരാണ് രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ച രാജ്യദ്രോഹികളായ പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളുമായിട്ട് ചങ്ങാത്തമുണ്ടാക്കി മുനിസിപ്പാലിറ്റി ഭരിച്ചവരാണ് ഇടതുപക്ഷവും വലതുപക്ഷവും. ഈ ഇടതു വലതു മുന്നണികൾ എല്ലാ കാലഘട്ടത്തിലും പാണക്കാട് തമ്പ്രാന്റെ പഠിക്ക പോയിരുന്ന് ഏത്തമിടാനാണ് അവരുടെ യോഗം. കണ്ടില്ല? എന്തിനുള്ള പുറപ്പാടാണ്ടോ? ഏറ്റവും അവസാനത്തെ ഒരു പോയിന്റ് ഞാൻ പറയാം. ഈ സന്ദീപ് എന്ന് പറയുന്ന BJPയുടെ പ്രവർത്തകൻ, അയാളുടെ കയ്യിലൊരു രുദ്രാക്ഷം ഉണ്ടായിരുന്നു, അയാളുടെ കയ്യിലൊരു മഞ്ഞ ചരടും ഉണ്ടായിരുന്നു. അയാളുടെ വീട്ടിലുള്ള ആൾ തന്നെ നേരിട്ട് എന്നോട് പറഞ്ഞതാണ്. അതുകൊണ്ട് നേരിട്ട് പറഞ്ഞതായതുകൊണ്ട് ഞാൻ അതിനെ നേരിട്ട് തന്നെ എടുക്കുകയാണ്. എന്താ എന്റെ ഉദ്ദേശം? മലപ്പുറത്ത് പാണക്കാട് തങ്ങളെ കാണാൻ പോയപ്പോ മുസ്ലിം ലീഗിന്റെ MLA ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ആ രുദ്രാക്ഷം ഊരി വെക്കണം. അദ്ദേഹം പറഞ്ഞു ആ മഞ്ഞ ചരടും ഊരി വെക്കണം, ആ പൊട്ടും മായ്ക്കണം. നിങ്ങൾ മനസ്സിലാക്കണോ, ഉണ്ണിത്താൻ പൊട്ടും മായ്ച്ചപ്പോ എതിർത്ത് പറഞ്ഞ ആളാണ്. മുതലെടുക്കണേ സജി. ഇന്ന് മുസ്ലിം ലീഗിന്റെ ആ MLA കൊണ്ടുപോയപ്പോ അത് മാറ്റാൻ പറഞ്ഞു. അതെന്തിനാ മാറ്റാൻ പറഞ്ഞത്? അത് മതേതരത്വ സ്വഭാവമാണോ? ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗിന് മതേതരത്വ സ്വഭാവമുണ്ട് എന്ന് പറയാൻ ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? മുസ്ലിം ലീഗിന് മതേതര സ്വഭാവമില്ല എന്ന് പറയാൻ ഒരു ഉദാഹരണം പറയാമോ ശ്രീ ഗോപാലകൃഷ്ണൻ? മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനും കേരളത്തിലെ മതനിരപേക്ഷതയ്ക്കെതിരായി, കേരളത്തിലെ മതേതരത്വത്തിനെതിരെ കേരളത്തിലെ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം താങ്കൾക്ക് പറയാമോ?
ഒന്നല്ല ഒരു 10 കാര്യം പറയാം. അതിനെനിക്ക് നിങ്ങൾ സമയം തന്നാൽ മതി. ഞാൻ അധികം ഒന്നും പറയില്ല, 2-3 പറഞ്ഞു നിർത്താം. ഞാൻ ചോദിക്കട്ടെ, ഗാസയ്ക്ക് വേണ്ടിയിട്ട് പാലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ഐക്യദാർഢ്യത്തിന്റെ വലിയ കാഹളം മുഴക്കിയല്ലോ മുസ്ലിം ലീഗ്, കോൺഗ്രസും CPM എല്ലാം. എന്റെ കാശ്മീരിലെ പണ്ഡിറ്റുകൾക്ക് വേണ്ടി ഒരു അക്ഷരം പോലും പറയാതിരുന്നത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ മനോരമ, ഈ മനോരമ തയ്യാറാക്കിയ തിരൂര് മുനിസിപ്പാലിറ്റിയിലെ ഒരു പ്രത്യേക സ്ഥലമുണ്ട്, അന്വേഷിച്ചാൽ മതി. അവിടെ തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചു. മനോരമ അത് പ്രസിദ്ധീകരിച്ചു. മനോരമയാണ് സ്ഥലം കൊടുത്തത്. ബെസ്റ്റ്. എന്റെ തുഞ്ചത്തെഴുത്തച്ഛന്റെ തിരൂർ എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് മുനിസിപ്പാലിറ്റിയാ. എന്തുകൊണ്ട് അവിടെ ആ തുഞ്ചത്തെഴുത്തച്ഛന്റെ ആ പ്രതിമ സ്ഥാപിക്കാൻ തയ്യാറായില്ല? മതേതരത്വത്തിന്റെ ഭാഗമായിട്ടാണോ? ഇതെന്താ സോമ, നിന്റെ അപ്പന്റെ അങ്ങാടി വരുന്നവിടെയോ? ഇനി ഞാൻ ഒരു 3-4 പറയാം. ഒന്ന്, അരിയും നമ്മുടെ മലരും കുന്തിരിക്കവും സൂക്ഷിച്ചോ എന്ന് ക്രിസ്ത്യാനികളോട് പറഞ്ഞു SDPA-ക്കാര്. കുന്തിരിക്കം സൂക്ഷിക്കുന്നത് ക്രിസ്ത്യാനികളാണല്ലോ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അതെ, നിങ്ങൾ സൂക്ഷിച്ചോ, നിങ്ങളുടെ കാലന്മാർ വരുന്നു. ഈ മതേതരത്വ പാർട്ടിയായ ലീഗ് അതിശക്തമായി വിമർശനം ഉന്നയിച്ചോ? ഇവർക്കെതിരെ നിയമ നടപടികൾ എടുക്കാൻ വേണ്ടി അതിശക്തമായി രംഗത്ത് വന്നോ? ഇനി ഞാൻ പറയാം, സദാം ഹുസൈന്റെ വിഷയത്തിലായാലും ഗാസയുടെ വിഷയത്തിലായാലും ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായാലും പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. വിഷയങ്ങൾ വരുമ്പോഴും ഏകപക്ഷീയമായ സമീപനമാണ് ലീഗ് ചെയ്യുന്നത്. അതുകൊണ്ട് ലീഗ് വർഗീയ പാർട്ടിയാണ്. പിണറായി വിജയനെ മോദിയെ പോലെയാണ് എന്ന് പറഞ്ഞത് പിണറായി വിജയൻ ഇത്രയും വലിയ പ്രയാസമുണ്ടാക്കുകയും അദ്ദേഹം ഇത്ര ശക്തമായി പാണക്കാട് തങ്ങളെ വിമർശിക്കുകയും ചെയ്തു എന്നതിൽ BJP-യുടെ നിലപാടെന്താണ്? വാസ്തവത്തിൽ പിണറായി വിജയനെ മോദിയെ പോലെയാണെന്ന് പറഞ്ഞാൽ മോദിക്ക് നാണക്കേടാണ്. മോദിക്കാണ് നാണക്കാട്. പിന്നെ ഈ അറക്കൽ ബീവിയെ കേട്ടാൻ അരസമ്മതം എന്നൊരു പദം നമ്മുടെ നാട്ടിലുണ്ട്. ഈ പിണറായി വിജയനും അതുപോലെ MV ഗോവിന്ദനും ഈ മുസ്ലിം ലീഗിന്റെ പിന്നാലെ നടക്കല്ലേ? ഞാൻ ഒന്നാമത്തെ കാര്യം, ഈ പഞ്ചസാരയുടെ മുകളിൽ ഉപ്പ് എന്ന് എഴുതി വെക്കുന്നത് പോലെയാണ് മുസ്ലിം ലീഗിന്റെ മതേതരത്വവാദികളെന്ന് കോൺഗ്രസും CPM-ഉം പറയുന്നത്. നിർത്തിയങ്ങ് അവമാനിക്കുവാണെന്ന്. ഞാൻ മിസ്റ്റർ അണ്ടത്താണി ചോദിച്ച 2-3 വാക്കിന് ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചോട്ടെ. അദ്ദേഹം പറഞ്ഞു, അബ്ദുൾ റഹ്മാൻ അണ്ടത്താണി പറഞ്ഞു മണിപ്പൂരിൽ പോയി. എന്താ അണ്ടത്താണി കാശ്മീരിൽ പോഞ്ഞത്? കാശ്മീരിൽ നിങ്ങൾക്ക് എന്താ പോയാൽ പുളിക്കോ? കാശ്മീരിലെ പണ്ഡിറ്റുകൾക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ ഇന്ന് വരെ ലീഗ് തയ്യാറായിട്ടുണ്ടോ? ബംഗാളിൽ ഹൈക്കോടതി പറഞ്ഞതാ, ബംഗാളിൽ അവിടുത്തെ വർഗീയത, അവിടെ ഹിന്ദുക്കൾക്കെതിരെ നടത്തിയ നരനായാട്ട്, എന്തേ നിങ്ങൾ മിണ്ടിയില്ല? അതൊന്നും എനിക്കറിയാൻ മേല. വേണ്ട, ബംഗ്ലാദേശിൽ നാട് മുഴുവനും എതിർത്ത, ബംഗ്ലാദേശിൽ സമീപകാലത്ത് നടന്ന ആ ഒരു ഹിന്ദു നരനായാട്ടിനെതിരെ എന്തേ ലീഗ് ഒരക്ഷരം പോലും ഇതുവരെ മിണ്ടിയിട്ടില്ല? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. താലിബാനെ എതിർത്തിട്ടുണ്ടോ? നിങ്ങൾ SDPA എതിർത്തിട്ടുണ്ടോ? നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനെ എതിർത്തിട്ടുണ്ടോ? വേണ്ട, ചെറിയൊരു വാക്ക് ഞാൻ ചോദിക്കാം, സിമ്പിൾ ചോദിക്കാം. ഒരു നിലവിളക്ക് കത്തിക്കുന്നതിനെ ഹറാമായി പ്രഖ്യാപിക്കുന്നവരെ ആ സംശയമുണ്ട്. ആരാണ് വർഗീയത പറയുന്നതെന്ന് ഇപ്പോൾ നമ്മുടെ ചർച്ച കേൾക്കുന്ന ആർക്കെങ്കിലും സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? വർഗീയത കാണിക്കുന്നതിന് കുഴപ്പമില്ല. വർഗീയത കാണിക്കുന്നവരോട് നിങ്ങൾ വർഗീയത കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ മലയാള മനോരമയ്ക്കും പ്രേക്ഷകർക്കും അത് വിഷമമാണെങ്കിൽ, വയസ്സുകളൊക്കെ തോനായില്ലേ, ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറാ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?